പത്തനംതിട്ട കോഴഞ്ചേരി മാരാമൺ പമ്പ മണപ്പുറത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷനിൽ ഏറ്റവും ശ്രദ്ധേയമായത് കൂറ്റൻ ഓലപ്പന്തലാണ്. പന്തലിനാവശ്യമായ 28,000-ഓളം ഓലകൾ പൊള്ളാച്ചിയിൽ നിന്നാണ് എത്തിച്ചത്. പന്തലിനുള്ളിൽ വിശ്വാസികൾ നിലത്താണിരിക്കുക. ഓലമേഞ്ഞതിനാൽ ശീതളമായ കാലാവസ്ഥയാണ് പന്തലിനുള്ളിൽ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഈ ഓല. കാര്യം എയർ സർക്കുലേഷൻ ധാരാളം കിട്ടും. ഒരു കൂളിംഗ് എഫക്ട് അറിയാതെ തന്നെ ഉണ്ടാവും. ഒരു നാഗത്തകിട് വല്ലാണെങ്കിൽ ചൂട് എടുത്ത് അത് ഒരിക്കലും ഇതിനകത്ത് മൂവ് ചെയ്യത്തില്ല. ഇതിനകത്ത് ഈ എല്ലാ ധാരങ്ങളുണ്ടല്ലോ, അതിലൂടെ ഇത് ചൂടായ എയർ മേലോട്ട് പോവും, തണുത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും നമുക്കൊരു കൂളിംഗ് എഫക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതാണ് പ്രകൃതി സന്തുലിതമായ ഒരു ഇതാണ് ഈ ഓലമേഞ്ഞ പന്തലെന്നുള്ളത്. മുൻകാലങ്ങളിൽ ഓരോ ഇടവകകളിൽ നിന്നും ഓല എത്തിച്ച് മേഞ്ഞാണ് പന്തലിനായി ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ നാട്ടിൽ തെങ്ങ് കുറഞ്ഞതോടെ ഓല കുതിർക്കാനും മെടയാനും ആളെ കിട്ടാനില്ലാതെയായി. ഓല മേഞ്ഞെന്ന് വെച്ചാൽ പൂർവ്വപിതാക്കന്മാർ ആരംഭിച്ചത് ആ ഒരു ശൈലി ഒരിക്കലും മാറ്റണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അത് ഇങ്ങനെ പിന്തുടർന്ന് പോകുന്ന ഒരു രീതിയാണ്. പല ഓല മേഞ്ഞ് ആ സമയമാകുമ്പോൾ ഇത് ഓരോ ഇടവകളും ഇത് ചേർന്നുകൊണ്ട് അതിന്റേതായ അനുഗ്രഹത്തിന് മേഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഇപ്പോഴും ഇത് പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. ഇതൊരു ഈ ഓല മേയുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല. ഇതൊരു കൂട്ടായ എഫർട്ടാണ്. ഇവിടെ ചുറ്റുപാടുമുള്ള ഇടവകളും ആളുകളും ചേർന്ന് അത് മേയുമ്പോൾ ഒരു ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ഒരു അവസരമായിട്ട് തീരും. അത് വലിയൊരു കൂട്ടായ്മയുടെ അനുഭവമാണ് ഇത് നൽകുന്നത്. 18,000-ഓളം ഓല കൺവെൻഷൻ പന്തലിനാണ് ഉപയോഗിക്കുന്നത്. 10,000-ഓളം ഓല മറ്റ് ഓഫീസുകൾ, സ്റ്റാൾ, ഭക്ഷണശാലകൾ എന്നിവ മേയാൻ ഉപയോഗിക്കുന്നു. കൺവെൻഷന് ശേഷം ഓലകൾ വീട് മേയാൻ താൽപര്യമുള്ള നിർധനർക്ക് സൌജന്യമായി നൽകുകയാണ് ചെയ്യുക. റിപ്പോർട്ടർ, പത്തനംതിട്ട.